ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ മാങ്ങ കണ്ടല്ലോ. അപ്പം ഇന്ന് കുറേ മാങ്ങയിട്ടുള്ള പരിപാടികളാണ് തുടങ്ങാൻ പോണത്. അപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങ അച്ചാറിടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അത് കണ്ടില്ലേ, ഒരു കുപ്പിയിൽ കുറച്ച് മാങ്ങ അച്ചാർ ഞാൻ 2 ആഴ്ച മുമ്പ് ഇട്ട് വെച്ച അച്ചാറാണ് കേട്ടോ. നല്ലോണം നല്ലെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചതാണ്. അത് ഫ്രിഡ്ജിലൊന്നല്ല വെച്ചത്, പുറത്ത് തന്നെയാണ്, കേടും വരില്ല, കുറേ കാലം ഇരിക്കും അത് കേട്ടോ. അങ്ങനെ മാങ്ങ ഒക്കെ അരിയൽ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശമൊക്കെ അരിയൽ കഴിയാനായി. അങ്ങനെ ഈ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയണത്. അങ്ങനെ അരിയലൊക്കെ കഴിഞ്ഞ് 3 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒരു പാത്രത്തിൽ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമുക്ക് കുറച്ച് എടുത്ത് വെക്കാനുള്ളതാണ്, ആവശ്യം വരുമ്പോൾ എടുത്ത് കഴിക്കാനുള്ളത്. ഇത് നമുക്ക് ചമ്മന്തി, മീൻകറി അതിലൊക്കെ ഇടാനുള്ളതാണ്. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമുക്ക് ഇന്ന് തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാറിടാനുള്ളതാണ്. അങ്ങനെ ഇനി ഇതിലൊക്കെ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അവിടെ വെക്കുകയാണ്. ഇനി പിറ്റേന്ന് രാവിലെയാണ് ഇത് അച്ചാർ ആക്കാൻ പോണത്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തിട്ടുണ്ട്. അപ്പം നേരം വെളുത്ത് അടുക്കളയിൽ വന്നിട്ട് അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ. അപ്പം അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ പൊടി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഉലുവ വറുക്കണം. ഉലുവ, കടുക് ഇതൊക്കെ വറുത്ത് പൊടിക്കാനുണ്ട്. അപ്പം അങ്ങനെ ഉലുവൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ട് വറുത്ത് പൊടിക്കുകയാണ്. നല്ലോണം ഒന്ന് വറുത്ത് വരട്ടെ. അങ്ങനെ അത് അവിടെ കിടന്ന് നല്ലോണം മൂത്ത് പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടോ. ഇനി ഇത് കണ്ടില്ലേ, നമ്മളെ ഇന്നലത്തെ ഉപ്പ് തിരുമ്പി വെച്ച മാങ്ങയാണ് കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കാശ്മീരി പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മതി, അധികം എരിവ് വേണ്ട. ഞാൻ കാശ്മീരിയാണ് കുറേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവ, കടുക് ഇതൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുത്ത് കായപ്പൊടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് എണ്ണ ആവശ്യമുണ്ട്, നല്ലെണ്ണ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട് കേട്ടോ അതിലേക്ക്. അങ്ങനെ ഉപ്പ് കുറച്ചിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സുർക്ക അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ അവിടെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. എല്ലാ മാങ്ങയിലും ആ പൊടികളൊക്കെ നല്ലോണം ഒന്ന് പിടിക്കണം. അപ്പം അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ ഇളക്കിയിട്ട് ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അച്ചാർ. ഇത് കുറേ കാലം എടുത്ത് വെക്കണം, അപ്പോഴാണിത് നല്ല ടേസ്റ്റായി ഇങ്ങനെ വരിക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അച്ചാറിൻ്റെ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അങ്ങനെ നമ്മൾ കുപ്പിയൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് കുപ്പിയിൽ മാങ്ങ അച്ചാറിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അച്ചാർ നമ്മൾ കുപ്പിയിൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിൽ നേരത്തെ ചൂടാക്കി വെച്ച എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാനുണ്ട്. കണ്ടില്ലേ, അച്ചാർ ഒക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചൂടാക്കിയ എണ്ണ അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് കൊടുത്തപ്പം കുറച്ചും കൂടി എണ്ണ ആവശ്യമുണ്ട്. അപ്പം കുറച്ചും കൂടി എണ്ണ ചൂടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റണ മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഒന്നിനെ കഴിക്കാൻ പറ്റണ, മറ്റേത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാനും വേണ്ട അച്ചാർ. അപ്പം അങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി, കാശ്മീരി മുളക് പൊടി മറ്റേ അച്ചാറിലിട്ട പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച മാങ്ങ
ഉപ്പിട്ട് തിരുമ്പി വെച്ച മാങ്ങ, അതിലും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, ഉപ്പ് വെള്ളം. അതൊന്ന് അതിലിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സുർക്ക ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, നല്ലോണം ഇളക്കിയിട്ട് ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചോറിന് ഒരു മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ആ മാങ്ങൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗം ഇട്ട് കൊടുത്ത്, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുത്ത്, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് കടുക്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അരച്ചെടുത്ത അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മാങ്ങ പച്ചടി. അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ചോറിൽ കൂടി കഴിക്കാൻ. അപ്പോൾ കണ്ടില്ലേ മാങ്ങച്ചാർ, ഇതിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലോണം അടച്ച് വെച്ച് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. അത് ഇപ്പോഴൊന്നും കഴിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.